ഹായ് ഫ്രണ്ട്സ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടിമീറ്ററിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇപ്പം കൊറോണയുടെ വളരെ വിഷയങ്ങളായിരിക്കുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി മസ്റ്റ്. ഓക്കെ, ഓൺലൈനായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതിന് ആദ്യം സാനിറ്റൈസർ അടിക്കുക. ഫുൾ സാനിറ്റൈസറിൽ നേരത്തെ അടിച്ചായിരുന്നു, ഇത് രണ്ടാമത് വീണ്ടും സേഫ്റ്റി. അതിനുശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഇത് സ്പെഷ്യലാണ്, അതായത് ഇത് ക്ലാമ്പ് മീറ്ററാണ്. നമുക്ക് ആംബിയറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാമ്പ് മീറ്റർ ഇല്ല കയ്യിൽ. ഒരുവിധം നല്ലൊരു ക്ലാമ്പ് മീറ്റർ വരുത്തുക. സിഗ്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്ലാമ്പ് മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബോക്സ്, കാർട്ടൂൺ ബോക്സ് തുറന്ന് കഴിയുമ്പോഴേക്ക് ഒരു ബാഗാണ് നമുക്ക് കിട്ടുന്നത്. ബാഗിനകത്ത് നമ്മുടെ താരം സേഫായിട്ടിരിപ്പുണ്ട്. യെസ്, ഇതാണ് സിഗ്മയുടെ ക്ലാമ്പ് മീറ്റർ. ബാറ്ററിയിൽ നിന്ന് ഭയങ്കര കൂടിയതല്ല, നമ്മുടെ 20 രൂപ റേഞ്ചിൽ കിട്ടുന്ന ഇതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിട്ട് ഇതിപ്പോൾ അൺബോക്സ് ചെയ്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്. പക്ഷേ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രോബും ഒരുവിധം നല്ല തന്നെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പ്രോബൊക്കെ. ഓക്കെ, എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, ഇതിനകത്ത് നോക്കാമെങ്കിൽ AC 1000 ആംബിയർ, പിന്നെ 250 വോൾട്ട് AC ചെക്ക് ചെയ്യാം, 1000 വോൾട്ട് DC ചെക്ക് ചെയ്യാം, 2 മെഗാ ഓംസ് വരെ ചെക്ക് ചെയ്യാം. അതിന് താഴെ കിലോ ഓംസ്, പിന്നെ കണ്ടിന്യൂറ്റി മോഡ്, ബസർ മോഡ്, പിന്നെ 20 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബാക്ക് ലൈറ്റ് ഉണ്ട്. ഓക്കെ, പവർ അയച്ചിട്ട് ഓൺ ചെയ്ത് നോക്കാം അല്ലേ, ഓണാവുമെന്ന് നോക്കാം. ഓണാവുന്നുണ്ട്. ആംബിയർ 0-ൽ തന്നെയാണ് നിൽക്കുന്നത്. ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ചു. ബ്ലൂ ലൈറ്റ് കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ആംബിയർ ടെസ്റ്റ് നടത്തി വെക്കാം എങ്ങനെയുണ്ടാകുന്നു. ഓക്കെ, അതിനായിട്ട് നമുക്ക് DC, ഇപ്പം ഇൻവെർട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ആംബിയർ വെച്ച് പോകുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രധാനമായിട്ട് ഇത് ആംബിയർ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വെച്ചത് ക്ലാമ്പ് മീറ്റർ. ഇപ്പോൾ UPSൻ്റെ പുറകുവശമാണ് നിങ്ങൾ കാണുന്നത്. ക്ലാമ്പ് മീറ്ററിൻ്റെ ക്ലാമ്പ് റിലീസ് ചെയ്ത് അതിലോട്ട് ഇടാൻ പോവുകയാണ്. എത്ര ആംബിയർ എടുക്കണം നോക്കാമെങ്കിൽ ഇപ്പം 15 ആംബിയർ വെച്ച് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 15.6 ആംബിയർ വെച്ചാണ് ഇപ്പം നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏകദേശം ലോഡ് 150 വാട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 184 വാട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടർ. ഇപ്പം ബാറ്ററിയിൽ നിന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന ആംബിയർ നോക്കാമെങ്കിൽ ഏകദേശം 17-16 ഈ റേഞ്ചിലാണ് നമ്മുടെ ഇതിൽ നിന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ആംബിയർ മീറ്റർ നല്ല സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.